MSC Elsa 3 കപ്പൽ അപകടത്തിന്റെ പ്രത്യാഘാത റിപ്പോർട്ട് പുറത്തിറക്കി ഗ്രീൻ പീസ് ഇന്ത്യ. അപകടത്തിന് ശേഷം മത്സ്യത്തൊഴിലാളി സമൂഹത്തിനിടയിലുണ്ടായ സാമ്പത്തിക തകർച്ച, സാമൂഹിക പ്രത്യാഘാതങ്ങൾ, ദീർഘകാല പ്രതിസന്ധികൾ എന്നിവ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. തിരുവനന്തപുരം പുല്ലുവിള ഗ്രാമത്തിലെ 12 വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം. തകർന്ന ഭാവി MSC Elsa 3 ദുരന്തത്തിന്റെ മറഞ്ഞിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്ന പേരിലാണ് റിപ്പോർട്ട്. കപ്പൽ അപകടം ആഘാതമേൽപ്പിച്ച തിരുവനന്തപുരത്തെ തീരദേശ ഗ്രാമമായ പുല്ലുവിളയിലെ ജനങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം. റിപ്പോർട്ട് പ്രകാരം കപ്പൽ അപകടം കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് നികത്താനാകാത്ത നാശനഷ്ടങ്ങളാണ്. പുല്ലുവിളയിലെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് പ്രതിമാസം ശരാശരി 25,000 മുതൽ 30,000 രൂപയുടെ വരെ നഷ്ടം സംഭവിച്ചു. അപകടത്തിന് ശേഷം മത്സ്യവില്പനക്കാരായ സ്ത്രീകൾക്ക് നിത്യവൃത്തിക്കുള്ള വരുമാനം പോലും നേടാനാകുന്നില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ 54 ലക്ഷം രൂപയാണ് 12 കോസ്റ്റൽ വാർഡുകളിൽ, അതായത് ഒരു വില്ലേജിൽ മാത്രം നടന്ന നഷ്ടം. ഇത് ഒരു ഡിസ്ട്രിക്റ്റിലെ ഒരു വില്ലേജാണ്. 4 ഡിസ്ട്രിക്ട്സ് ആണ് ഡയറക്ട്ലി ഇമ്പാക്റ്റഡ്, ബാക്കി ഡിസ്ട്രിക്ട്സ് ഇൻഡയറക്ട്ലി ഇമ്പാക്റ്റഡ് ആണ്. കോസ്റ്റൽ വാർഡുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു വില്ലേജിൽ നിന്ന് 54.5 കോടി രൂപയാണെങ്കിൽ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് 132 കോടി എന്നുള്ളത് നമ്മൾ റീകൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ പ്രോസസ്സ് ഒന്നും കൂടെ ഇക്വിറ്റബിൾ ആക്കേണ്ടിയിരിക്കുന്നു. എത്ര പേർക്ക് എവിഡൻസ് കാണിക്കാൻ സാധിക്കും, എത്ര പേർക്ക് സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപകടത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തുവന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മത്സ്യ വളർച്ചയെ ബാധിച്ചു. വലകളും ബോട്ട് എഞ്ചിനുകളും കേടാകുന്നതിന് ഇത് കാരണമായെന്നും റിപ്പോർട്ടിലുണ്ട്. സർവേയിൽ പങ്കെടുത്ത 12 വാർഡുകളിലെ 96% പേരും മത്സ്യബന്ധനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ പല പ്രദേശത്തും ഞങ്ങളുടെ ആദ്യത്തെ പോകുന്ന വള്ളത്തിൻ്റെ വല നഷ്ടപ്പെട്ട ഞങ്ങൾ ഉടനെ ഞങ്ങൾ GPS അടിച്ചിടും. ഇന്ന പൊസിഷനിൽ കണ്ടെയ്നർ കിടപ്പുണ്ട്, അതുകൊണ്ട് അവിടെ മത്സ്യബന്ധനം നടത്തരുമെന്നും പറഞ്ഞ് നമ്മുടെ സഹപ്രവർത്തകരായ എല്ലാ മത്സ്യബന്ധന വള്ളങ്ങൾക്ക് നമ്മൾ ഇത് കൊടുക്കും. പക്ഷേ പിറ്റേ ദിവസം ആ പൊസിഷൻ മാറി അടുത്ത പൊസിഷനിലേക്ക് അത് മാറി ഒഴുക്കിൽപ്പെട്ട്. അപ്പോൾ ഇത് എടുത്തു മാറ്റണമെന്ന് ഗവൺമെൻറ്റിന് ആവശ്യപ്പെട്ടിട്ട് അത് കപ്പൽ കമ്പനിക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ട് ഗവൺമെൻറ് അത് ഈ ഉത്തരവാദിത്തത്തോടു കൂടെ ആ കപ്പൽ കമ്പനിയെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കുന്നില്ല? അത് ചെയ്യിപ്പിക്കാത്തിടത്തോളം കാരണം കേരളത്തിലെ മത്സ്യബന്ധനം സുരക്ഷിതമല്ല. 80% കുടുംബങ്ങൾക്കും കപ്പൽ അപകടം മൂലമുണ്ടായ അപ്രതീക്ഷിത സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ ഇതര സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും ഈ കുടുംബങ്ങൾ നേരിടുന്നു. ദുരന്തബാധിത കുടുംബങ്ങൾക്ക് ഇടക്കാല ആശ്വാസം, കടങ്ങൾക്കുള്ള പിന്തുണ സഹായം, മത്സ്യബന്ധനത്തിനാവശ്യമായ സബ്സിഡികൾ, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം എന്നിവ സർക്കാർ ഉറപ്പാക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരത്തെ കരുംകുളം ഗ്രാമപഞ്ചായത്ത്, കോസ്റ്റൽ സ്റ്റുഡൻസ് കൾച്ചർ ഫോറം എന്നിവരുടെ സഹകരണത്തോടെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.